ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് എലോൺ മസ്ക്. പക്ഷേ എന്താണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? എന്താണ് അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ടത്? എൻ്റെ പേര് ക്രിസ് എന്നാണ് ആൻഡ് വെൽക്കം ടു ഇൻസ്പയറിംഗ് ഫ്രീക്ക്. നമ്പർ 1, യു ഹാവ് ടു ബി ഓക്കെ വിത്ത് ഫെയിലിയേഴ്സ്. എംബാരസ്മെൻറ്റ് ഉണ്ടാകുന്നതിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോറ്റുപോകുന്നതിൽ, അല്ലെങ്കിൽ എല്ലാം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നടക്കാത്തതിൽ, വി ജസ്റ്റ് ഹാവ് ടു ബി ഓക്കെ വിത്ത് ഇറ്റ്. ഈ തോൽക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ എംബാരസ്മെൻറ്റ് സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ശരിക്കും ഉണ്ടാവണം. കാരണം ബാക്കിയുള്ളവരൊന്നും ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ് ഇദ്ദേഹം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജയിക്കാനും തോൽക്കാനുമുള്ള സാധ്യതയുണ്ട്. ആ തോൽക്കാനുള്ള സാധ്യത മുമ്പിലുണ്ടെന്നറിഞ്ഞിട്ടും നമ്മൾ ഇറങ്ങുന്നതിനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു കറേജ്, ദാറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് ഹിം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹാവ് ദ കറേജ് ടു ഫെയിൽ. പോയിന്റ് നമ്പർ 2, വർക്ക് ലൈക്ക് എനിത്തിങ്. നമ്മൾ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും ഏത് മേഖലയിൽ ഇറങ്ങിയാലും വർക്ക് ഇടാതെ ഒന്നും ജീവിതത്തിൽ നടക്കില്ല. നമ്മൾ വിലയുള്ളത് എന്ത് കിട്ടണമെങ്കിലും അതിൻ്റെ വില നമ്മൾ കൊടുക്കാനായിട്ട് റെഡി ആവണം. ദാറ്റ് ഈസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് എത്രത്തോളം വലിയ കാര്യമാണോ വേണ്ടത്, നമ്മുടെ ഡ്രീം എത്രത്തോളം വിലപ്പെട്ടതാണോ അത്രമാത്രം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. പോയിന്റ് നമ്പർ 3, ഹാവ് ബിഗർ വിഷൻ. നമ്മൾ പലപ്പോഴും വളരെ ഷോർട്ട് ടൈമിൽ ചിന്തിക്കാറുണ്ട്. വലിയൊരു വിശാലമായിട്ടുള്ള ഒരു മനസ്സില്ലാതെ നമ്മൾ പലപ്പോഴും ജീവിക്കാറുണ്ട്. ബിഗർ വിഷൻ എന്ന് പറഞ്ഞാൽ ബി അൺസെൽഫിഷ്. ജസ്റ്റ് ബി അൺസെൽഫിഷ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബട്ട് ഹി വാണ്ടഡ് ഹ്യൂമാനിറ്റി ടു ഇംപ്രൂവ്, ഹ്യൂമാനിറ്റി ടു ഗ്രോ. എല്ലാവർക്കും ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ലോകത്തിന് ശരിക്കും ഒരു നന്മ ചെയ്യണം എന്നുള്ള ആ ഒരു വിഷൻ, അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. മണി മസ്റ്റ് നോട്ട് ബി അവർ ഗോൾ. കാരണം നമ്മൾ വാല്യുള്ള ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി ചെയ്യുമ്പോൾ മണി ഓട്ടോമാറ്റിക്കലി കംസ്. മണി ജസ്റ്റ് ഫോളോസ്. പോയിന്റ് നമ്പർ 4, ബി ഹംബിൾ. നമ്മൾ എന്തോരം പഠിച്ചാലും, നമ്മൾ ഏത് വലിയ പൊസിഷനിൽ എത്തിയാലും, വി സ്റ്റിൽ ഹാവ് ലോട്ട് ടു ലേൺ. നമുക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്, നമുക്കിനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. നമ്മൾ ആരുടെയും മുകളിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഡിസ്കസ് ചെയ്യുക, ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങുക, ജസ്റ്റ് ടോക്ക് വിത്ത് ദം. എല്ലാവരിൽ നിന്നും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തെ ഒത്തിരി സീരിയസ് ആയിട്ട് കാണാതെ തമാശകളും ചെറിയ ചെറിയ മൊമെൻറ്റ്സും എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കാനായിട്ട് പഠിക്കുക. പോയിന്റ് നമ്പർ 5, എക്സ്പെരിമെൻറ്റ്. ശരിക്കും നമ്മുടെ എല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ വർക്ക് ചെയ്തത് അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്കെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് റെഡിയാവണം. ശരിക്കും ഈ ലോകത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അറിവില്ല. അത് ഈ ലോകത്തിൽ ആർക്കുമില്ല. എന്താണ് ശരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്, 100% ഷുവറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. ബട്ട് അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻ്റ് എന്നുള്ളതിന് ഇത്രയും വിലയുള്ളത്. ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് വി ജസ്റ്റ് ഔട്ട് എക്സ്പെരിമെൻ്റ് ആൻഡ് നോ വിച്ച് ഈസ് ദ ബെറ്റർ വേ. പോയിന്റ് നമ്പർ 6, ബി പെർസിസ്റ്റൻറ്റ്. എത്ര തോറ്റുപോയാലും നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പേഷ്യൻസോടുകൂടി വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ റോക്കറ്റ് ലോഞ്ചസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ ശരിക്കും നമ്മൾ ഇൻസ്പയർഡ് ആവും. എത്ര പ്രാവശ്യമാണ് അതെല്ലാം ഫെയിൽ ആയത്, എന്നിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു എന്നുള്ളതാണ്. വിത്ത് പെർസിസ്റ്റൻസ് യു ക്യാൻ കോൺകർ എവറിത്തിങ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പെർസിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് നോട്ട് ഗിവ് അപ്പ് അൺലെസ് യു ആർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ്. എലോൺ മസ്കിനെ പറ്റി വായിച്ചത് ഓർക്കുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ്: 1 അടിച്ചു, 2 അടിച്ചു, നിന്നുപോയി, നിങ്ങൾ എടുത്തില്ല. പക്ഷേ അത് വീണ്ടും അടിക്കും, വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ അത് എലോൺ മസ്ക് ആണ്. ബിക്കോസ് ഹി ജസ്റ്റ് ഡോണ്ട് ഗീവ് അപ്പ്. 7ാമത്തെ പോയിന്റാണ് റീഡ് ആൻഡ് ലേൺ. വായിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഓൾവേസ് കണ്ടിന്യൂ ലേണിംഗ്. അദ്ദേഹത്തോട് പല ഇൻ്റർവ്യൂസിലും എങ്ങനെയാണ് റോക്കറ്റ്സ് ബിൽഡ് ചെയ്യാൻ പഠിച്ചത്, അല്ലെങ്കിൽ റോക്കറ്റ്സ് ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹം വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു ഒറ്റ ഉത്തരമാണ്: ഐ റീഡ് ബുക്സ്. സയൻസ് ഫിക്ഷൻ നോവൽസ് പോലും അദ്ദേഹത്തെ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ ഇൻസ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും ഫുള്ളാവില്ല, നമ്മൾ ഒരിക്കലും നിറയില്ല. സോ ജസ്റ്റ് റീഡ്, ലേൺ, ലേൺ, ലേൺ. നമ്മളൊരു പുതിയ കാര്യം അറിയുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതാണ് ലോകം, നമ്മൾ കണ്ടതാണ് ലോകം, നമ്മൾ അറിഞ്ഞതാണ് ലോകം. പക്ഷേ അതിനും അപ്പുറമുണ്ട്. ആൻഡ് റീഡിങ് ഓപ്പൺസ് ദാറ്റ് ഡോർ. ഇനി എന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്: ഡോണ്ട് വെയിറ്റ്, ഡു ഇറ്റ് ഫാസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം ഭയങ്കര വലുതൊന്നുമല്ല, ഇറ്റ് ഈസ് ഷോർട്ട്. സോ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു, ആഗ്രഹിച്ചു, അത് ആഗ്രഹിച്ചും ചിന്തിച്ചും ഇരിക്കാണ്ട് ടേക്ക് ആക്ഷൻ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ആക്ഷൻ ഇട്ട് തുടങ്ങുക, അത്രയും പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. Start doing. Stay strong. Stay inspired. Inspiring Freak.